ഷമേ, തസ്മിത് തംസു നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഉച്ചയ്ക്ക് 1 മണിക്ക് 1:03 ഇതുവരെ നമുക്ക് ആ കുട്ടിയെക്കുറിച്ചുള്ള ആ 13 വയസ്സുകാരിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. വീട് വിട്ട് ഇറങ്ങി ട്രെയിനിലേക്ക് കയറുമായിരുന്ന ആ ട്രെയിനിലിരുന്നപ്പോൾ ഉള്ള ഫോട്ടോയാണ് ഒരു കുട്ടി, ഒരു യുവതി എടുത്ത ഫോട്ടോ. നമ്മൾ വിദ്യാർത്ഥിനി എടുത്ത ഫോട്ടോ നമുക്ക് കണ്ടു. യഥാർത്ഥത്തിൽ നമുക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ആ കുട്ടിയെ കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മളെല്ലാവരും. അതെ. എന്താണ് അതിനകത്ത് സംഭവിച്ചിട്ടുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും നമുക്കുണ്ടോ? ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ കാര്യം പോകുന്നത്. 2 സ്റ്റേറ്റുകൾക്കിടയിലാണ് ഈ കുട്ടി പോയിരിക്കുന്നത്. 2 സ്റ്റേറ്റുകൾ, ഒന്ന് തമിഴ്നാട്, ഒന്ന് കേരളം. 2 സ്റ്റേറ്റിൻ്റെയും നടുവിൽ, അതായത് ഈ കുട്ടിയുടെ ചിത്രം വന്നിരിക്കുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. നെയ്യാറ്റിൻകരയിൽ നിന്നാണ്, ഐലൻഡ് എക്സ്പ്രസിൽ നിന്നാണ് ഈ കുട്ടിയുടെ ചിത്രം വന്നിരിക്കുന്നത്. അതൊരു ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു പെൺകുട്ടി സംശയം തോന്നി. ഈ കുട്ടി വാഹനത്തിൽ ഈ ട്രെയിനിലിരുന്ന് കരയുന്നത് ഈ പെൺകുട്ടി കണ്ടിട്ടുണ്ട്. ഏതാ ഈ കോളേജ് വിദ്യാർത്ഥി. അങ്ങനെയാണ് ആ പെൺകുട്ടി ആ ചിത്രം എടുക്കുകയും പിന്നീട് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ കാണാതായി എന്നുള്ള വാർത്ത വന്നപ്പോൾ ആ കുട്ടി ഈ ചിത്രം പുറത്തുവിടുകയും ഇപ്പോൾ ആ കുട്ടിയുടെ ആ വിദ്യാർത്ഥിനിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പോലീസ്, കന്യാകുമാരിയൊക്കെ ആകപ്പാടെ മൊത്തത്തിൽ അരിച്ചു പിറക്കി. അപ്പോൾ കരയുക, വാഹനത്തിലിരുന്ന് ഒറ്റയ്ക്ക് കരയുക എന്ന് പറയുന്നത് മനസ്സ് അലങ്കോലപ്പെട്ട് നിൽക്കുകയാണ്. അത്രമാത്രം വേദന ആ കുട്ടിക്ക് ഉണ്ടായിക്കണം. കൊച്ചുകുട്ടിയല്ലേ, വീട്ടിൽ വഴക്ക് പറഞ്ഞാൽ, അമ്മ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഈ കുട്ടികൾ പെട്ടെന്ന്, ചെറിയ കുട്ടികളെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കൊക്കെ അവരെ കയറി വല്ലാതെ ബാധിക്കും. ഇവിടെ ചില കേസുകൾ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ചില കുട്ടികൾ പെട്ടെന്ന് കയറി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അത്തരം കേസുകളൊക്കെ ഒട്ടനവധി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സമയത്തും നമുക്കറിയാൻ കഴിയുന്നത് കന്യാകുമാരിയിലെ CCTV അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധിച്ചതിൽ നിന്ന് ഈ കുട്ടി അവിടെ ഇറങ്ങിയതായിട്ട് ഐലൻഡ് എക്സ്പ്രസിൽ നിന്ന് ഇറങ്ങിയതായിട്ട് യാതൊരു സൂചനയും ഇല്ല എന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉറപ്പുള്ള വിവരങ്ങൾ മാത്രം പോലീസിന് കൈമാറുക. ഉറപ്പുള്ള ഊഹാപോഹങ്ങൾ വെച്ച് ആരെ കണ്ടാലും അത് ഈ കുട്ടിയാണ് എന്ന രീതിയിൽ അത്തരത്തിലൊരു കുട്ടിയെ കണ്ടു എന്ന് സംശയിക്കുന്നെങ്കിൽ അത് ഉറപ്പിക്കുക. അത് എന്താ പറയുക, അത് അവരാൽ എങ്ങനെ, ഏത് മാർഗത്തിൽ അത് ഉറപ്പിക്കാൻ സാധിക്കുമോ ആ കാണുന്ന വ്യക്തി അത് ഉറപ്പിക്കുക. ഉറപ്പിച്ച ശേഷം മാത്രം പോലീസിനെ വിളിച്ച് പറയുക. അല്ലാതെ നമുക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, നമുക്ക് ചിലർക്ക് ഈ സോഷ്യൽ മീഡിയ ഹൈപ്പ് കിട്ടാൻ വേണ്ടി ഇത്തരം പ്രവർത്തികൾ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ചിലർ അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തിട്ട് നമുക്ക് പല നഷ്ടങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പല കേസുകളിലും ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്തൊക്കെ ആദ്യം വന്ന ചില ഊഹാപോഹങ്ങൾ അത് ആ കേസിൽ അത്രത്തോളം, ഏതാണ്ട് മണിക്കൂറുകളോളം അത് നീണ്ടുപോകാനുള്ള കാരണമായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പെൺകുട്ടി ഒരു 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. 13 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകൾ പോലും സുരക്ഷിതരല്ലാത്തൊരു നാടായി നമ്മളത് മാറുന്നുണ്ട്. ഇതിനേക്കാൾ പക്വതയുള്ള കുട്ടികൾ, പക്വതയുള്ള യുവതികൾ റോഡിലിറങ്ങി പോകുമ്പോൾ പോലും അവർ പോലും പലതരത്തിലുള്ള ഹരാസ്മെൻറ്റുകൾ നേരിടുന്ന ഒരു നാടാണ് നമ്മുടെ അടക്കമുള്ള നാട്. എല്ലാ മേഖലയിലും ഇത് ഉണ്ട്. ക്രിമിനൽസ് ആയിട്ടുള്ള പല മനുഷ്യരും നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരം മനുഷ്യരുള്ള ഒരു നാട്ടിലാണ് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതും ഒരു പെൺകുട്ടിക്ക്, അതൊരു കോളേജ് വിദ്യാർത്ഥിനിക്ക് പിന്നെ സംശയം തോന്നി. ഒരു കോളേജ് വിദ്യാർത്ഥിനിക്ക് സംശയം തോന്നിയത്, ആ കോളേജ് വിദ്യാർത്ഥിനിക്ക് സംശയം തോന്നിയെങ്കിൽ മറ്റാർക്കും സംശയം തോന്നും ഈ പെൺകുട്ടി ഒറ്റയ്ക്കാണ് എന്നുള്ളത്. അത് ഒരു ക്രിമിനലിന് ആ ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ഈ കുട്ടിയെ വശത്താക്കാനുള്ള ശ്രമം നടത്തും. ഒന്നാമത്തെ കാര്യം, ഈ കുട്ടി ഇപ്പോൾ ആരുമില്ല എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ആര് കൈ പിടിച്ച് നീട്ടിയാലും, ആര് കൈ നീട്ടിയാലും ആ കയ്യിൽ തൊടാൻ കുട്ടി ഇപ്പോഴുള്ള സാഹചര്യത്തിൽ തയ്യാറാകും. കുട്ടിയുടെ കൈവശം 50 രൂപയും വസ്ത്രവുമാണ് ഉള്ളത്. ഈ 50 രൂപ കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു കുട്ടിക്ക് സാധിക്കില്ല. പിന്നെ കന്യാകുമാരി എന്ന് പറയുന്ന മേഖല, കന്യാകുമാരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നുള്ള മാത്രമുള്ള ആളുകളല്ല അവിടെ വരുന്നത്. ഇന്ത്യ ഒട്ടാകെ, എന്തിന് വിദേശത്തു നിന്ന് വരെ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി. കന്യാകുമാരിയിലെ മനോഹാരിത ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്തെ വശത്ത് അതേ രീതിയിൽ ക്രൈമിൻ്റെ കണക്കും കന്യാകുമാരി ജില്ലയിൽ, കന്യാകുമാരി ഒരു ജില്ലയാണ് അവിടെ, തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ്. ആ ജില്ലയിലെ ക്രൈമിൻ്റെ കണക്കും വളരെ കൂടുതലാണ്. തമിഴ്നാട്ടിലെ പൊതുവെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ കന്യാകുമാരി, മധുരയും ഒക്കെയാണ് ചെന്നൈയേക്കാൾ കൂടുതൽ ക്രൈം നടക്കുന്ന മേഖലകളായിട്ട് അവരവിടെ കണക്ക് കൂട്ടാറുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത്, ഈ കുട്ടി ഒരു കാരണവശാലും ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് കിട്ടണം
എന്നുള്ളതാണ് നമ്മുടെയും ഏറ്റവും വലിയ ജോണേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെയും ഒരു ആവശ്യം എത്രയും പെട്ടെന്ന്. കാരണം അവൾ പുറത്തുനിന്ന് അസം സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിയാണ്. അസം സ്വദേശിനി എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ അത് നമ്മുടെ കുട്ടിയാണ്. അതായത് ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യക്കാരനാണ്. കേരളമെന്നല്ല നമ്മൾ പറയേണ്ടത്, ഇന്ത്യക്കാരനാണ്. നമ്മുടെ കുട്ടിയാണ് അവൾ. അപ്പോൾ അവളെ കാണാതായപ്പോൾ നമ്മുടെ ഒരു പരിസര പ്രദേശത്ത് നിന്ന് കാണാതാകുമ്പോൾ കൂടുതൽ ശ്രദ്ധ നമ്മൾ ഇക്കാര്യത്തിൽ പുലർത്തുക എന്നതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇന്നലെ രാവിലെ 9:30-ക്കാണ് കഴക്കൂട്ടത്ത് നിന്നും ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയത്. ഈ പെൺകുട്ടിക്കൊപ്പം 2 കുട്ടികളുണ്ട്. അതായത് 9ഉം 6ഉം വയസ്സുള്ള 2 അനുജത്തിമാർ ഈ കുട്ടിക്കുണ്ട്. ഒരു മൂത്ത ജ്യേഷ്ഠനുണ്ട്. അയാൾ ബംഗളൂരുവിൽ ജോലി ചെയ്യുകയാണ്. അയാളെ പോലീസ് ബന്ധപ്പെട്ടു. അയാളുടെ അരികിലേക്ക് ഈ കുട്ടി എത്തിയിട്ടില്ല. ബംഗളൂരിലേക്കൊന്നും ഈ കുട്ടി പോയിട്ടില്ല. മാത്രമല്ല 50 രൂപ കൊണ്ട് ആ കുട്ടിക്ക് ബംഗളൂരിലേക്ക് പോകാനൊരു ശ്രമം നടത്തിയാൽ ആ കുട്ടി കൂടുതൽ അപകടത്തിൽ ചെന്ന് ചാടും. ഈ പൈസ ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം, പൈസയുടെ ഈ പറയുന്ന 50 രൂപയുടെ ആ പണം തീരുന്നിടത്തോളം കാലം ആ കുട്ടിക്കുള്ള റിസ്ക്കും, ആ കുട്ടി പുറത്ത് നടക്കുന്നതിലുള്ള റിസ്ക് വർദ്ധിക്കും. കാരണം ഏതിനും ആ കുട്ടിക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വരും. അത്തരത്തിൽ ആശ്രയിക്കാൻ ശ്രമിക്കുമ്പോൾ ആശ്രയിക്കുന്നത് ഒരു ക്രിമിനലിനെ ആണെങ്കിൽ ആ കുട്ടിയെ അത് ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് നേരിടും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് നമ്മുടെ പോലീസ് ഇപ്പോൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 9:30-ക്ക് ഇറങ്ങിയ കുട്ടി ആദ്യം ആരോ ഒരാൾ പറഞ്ഞു അസമിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് പാലക്കാട് ഒരു ട്രെയിൻ പിടിച്ചിട്ട് പോലീസ് വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തിയത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ തെറ്റായിരുന്നു. ആ ഇൻഫർമേഷൻ തെറ്റായതുകൊണ്ടാണ് രാത്രിയിൽ പാലക്കാട് ആ വാഹനം ആ ട്രെയിൻ എത്തുന്നത് വരെയും പോലീസിന് ആ ഒരു മേഖലയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നത്. പക്ഷെ കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ ആ സമയത്ത് ആ തെറ്റായൊരു ഇൻഫർമേഷൻ പുറത്തു വരാതിരുന്നെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അരിച്ചു പറക്കി പോലീസ് ഏത് വണ്ടിയിലാണ് ഈ കുട്ടി കയറിയിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചാണ്. ഇത് ആദ്യം തന്നെ പോലീസിന് മുന്നിൽ ഇങ്ങനെ ഒരു സാധനം ഇട്ടുകൊടുത്തു. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഒരു വിഷയം പ്രേക്ഷകർ കാണുമ്പോൾ ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞെന്ന് വരാം. കാരണം അത് മറ്റു വിഷയങ്ങളും ഇതിന് മുന്നിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തെങ്കിലും ഈ കുട്ടിയെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കണം എന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനുശേഷം ഐലൻഡ് എക്സ്പ്രസിൽ കയറി ഈ കുട്ടി പോയിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ചിത്രമെടുത്തു. പാറശാലയിൽ ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. പാറശാലയിൽ ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ പാറശാലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി എങ്ങോട്ട് പോയി? ബോർഡറാണ്, കേരള തമിഴ്നാട് ബോർഡറാണ് ഈ പാറശാല എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് പോകുന്ന മേഖലകളിൽ ഈ പറയുന്ന പോലെ അപകടമുള്ള ഇത്തരത്തിലുള്ള ക്രിമിനൽസ് ഉള്ള, തമിഴ്നാട്ടിലോട്ട് പോയാൽ അങ്ങോട്ട് പോകുന്ന മേഖലകളിൽ പലയിടത്തും ക്രിമിനൽ സംഘങ്ങൾ വിലസുന്ന ചില സ്ഥലങ്ങൾ അവിടെയുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. നമ്മൾ ഈ പറയുന്നത് ആ കുട്ടി അങ്ങനെ അപകടപ്പെടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം, ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു സാഹചര്യമാണ്. മണിക്കൂറുകൾ കഴിയും തോറും ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. സുവർണ മണിക്കൂറുകൾ. മാത്രമല്ല ഒരു രാത്രി പുലർന്നിരിക്കുന്നു. ഒരു രാത്രി ഒരു കുട്ടി മിസ്സായി കഴിഞ്ഞാൽ പകൽ 8 മണി മുതൽ വൈകിട്ട് 6 മണിക്കുള്ളിൽ അതിനെ കണ്ടെത്തിയിരിക്കണമെന്നാണ്. അത് ഒരു ക്രൈമിനെ, ഒരു കുറ്റകൃത്യത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഈ വിദഗ്ധരായിട്ടുള്ള എല്ലാവരും പറയുന്ന ഒന്നാണ്, രാവിലെ 8 മണിക്കും വൈകിട്ട് 6 മണിക്കും ഉള്ളിൽ കുട്ടിയെ കണ്ടെത്തിയിരിക്കണം. ഒരു രാത്രി പുലരാൻ അനുവദിക്കരുത്. ഒരു രാത്രി പുലരാനുള്ള അനുവദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ സുവർണ മണിക്കൂറുകൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ റിസ്ക് വർദ്ധിക്കും. കഴക്കൂട്ടം പോലീസ് ഇന്ന് രാവിലെ തന്നെ കന്യാകുമാരിയിലെത്തി. കന്യാകുമാരിയിൽ അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു കന്യാകുമാരി ബീച്ചിൽ ഈ കുട്ടിയെ താൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബീച്ചിൽ കണ്ടുവെന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് വ്യാപകമായ പരിശോധന നടത്തി. അതേസമയം തന്നെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ CCTV അവർ പരിശോധിച്ചു. മണിക്കൂറുകളോളം നീണ്ട പരിശോധനയിൽ ഐലൻഡ് എക്സ്പ്രസിൽ നിന്ന് അങ്ങനെ ഒരു കുട്ടി ഇറങ്ങിയിട്ടില്ല. കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടില്ല. അതിനു മുമ്പുള്ള സ്റ്റോപ്പുകളിലേതോ ഈ കുട്ടി ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കന്യാകുമാരി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടില്ലല്ലോ, അത് വണ്ടി അവിടെ അവസാനിക്കുകയാണ്. ഒന്നുകിൽ അവിടെ അതിനു മുമ്പ് എവിടെയോ ഇറങ്ങിയിട്ടുണ്ട്, അതിനു മുമ്പ് ഇറങ്ങി പിന്നീട് വേറെ ഏതെങ്കിലും ട്രെയിനിൽ കയറി തിരികെ വരാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ട്രെയിൻ ആകുമ്പോൾ നമ്മൾ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയാൽ വലിയ പരിശോധന നടക്കാറില്ല. പിന്നീട് ട്രെയിനിൽ ആ കുട്ടി തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ട്രെയിനിൽ കയറി തിരിച്ചു വരാൻ ആ കുട്ടി ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ RPF ആ കുട്ടിയെ കണ്ടുപിടിച്ചാൽ. കാരണം റെയിൽവേ അലേർട്ടായി.
RPF അലേർട്ടായി. അവരുടെ എല്ലാ ട്രെയിനുകളിലും നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ ഇൻഫർമേഷൻ, ഈ കുട്ടിയുടെ ചിത്രവും പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും ആ കുട്ടി തിരിച്ചു വരികയാണെങ്കിൽ, മറ്റൊരു ട്രെയിനിൽ കയറി തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അത് RPFന്റെ കൈകളിൽ തന്നെ പെടും. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തൊരു വാർത്തയാണ്. പൂനം എന്ന് പറയുന്ന ഒരു യുവതി. ഈ പൂനത്തെ ഞാൻ കണ്ടുമുട്ടുന്നത് നമ്മുടെ പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് വെച്ചാണ്. അപ്പോൾ പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് അവർ UP പോകാൻ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ പൂനത്തെ. UP കാരിയാണ്. അവർ അവിടെ ട്രെയിനിൽ കയറി കളിച്ചുകൊണ്ടിരുന്ന, കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇപ്പോൾ അവർക്ക് 25 വയസ്സുണ്ട്. അപ്പോൾ പൂനം അവിടെ വീടിൻ്റെ സമീപത്ത് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിൽ കയറിയിരുന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ട്രെയിൻ എടുത്തു. ആ കുട്ടി പിന്നീട് പല ഭിക്ഷാടന മാഫിയ സംഘങ്ങളുടെയൊക്കെ കയ്യിൽപ്പെട്ട് ദീർഘകാലത്തിന് ശേഷം ഇവിടെ നമ്മുടെ കേരളത്തിൽ വന്നു. അങ്ങനെ കേരളത്തിൽ വന്ന് കേരളത്തിൽ RPFന്റെ ശ്രദ്ധയിൽ ഇവരെ പെട്ടപ്പോൾ ഇവർ ഒരു ചിൽഡ്രൻസ് ഹോമിൽ RPF ഇവരെ എത്തിച്ചു. അവിടെ വളർന്ന പൂനം പിന്നീട് ഇവിടെ ഒരു തിരുവനന്തപുരം സ്വദേശികൾ ആ കുട്ടിയെ ദത്തെടുക്കുകയും ആ കുട്ടി പിന്നീട് വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ആ കുട്ടിക്ക് പിന്നീട് അറിയില്ല, തൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന് അറിയില്ലായിരുന്നു. ആ യുവതിയുടെ സുഹൃത്തിനോട്, പിന്നെ ജോലി ചെയ്ത സ്ഥാപനത്തിലെ സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞു. ആ സുഹൃത്ത് ദീർഘകാലമായി ഇന്ത്യ പര്യടനമൊക്കെ നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഇവർ പറഞ്ഞ കഥ അനുസരിച്ച് ഈ സുഹൃത്ത് UP പോയി ഈ പൂനത്തിൻ്റെ മാതാപിതാക്കളെ കണ്ടുപിടിച്ചു. അവർ പൂനവുമായിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചു. അങ്ങനെ പൂനം അവരെ കാണുന്നതിന് വേണ്ടി UP പോകാൻ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോഴാണ് ഞാൻ പൂനത്തെ കണ്ടുമുട്ടുന്നത്. അന്ന് പൂനം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടികൾ, എനിക്കതിൽ നിന്ന് മനസ്സിലായത്, പൂനം നന്നായി മലയാളം സംസാരിക്കും, നല്ല വ്യക്തമായി മലയാളം സംസാരിക്കും പൂനം. അപ്പം പൂനം എന്നോട് സംസാരിച്ചപ്പോൾ പൂനം പറഞ്ഞത്, നമ്മൾ ഇങ്ങനെ കാണാതാകുന്ന പെൺകുട്ടികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഭിക്ഷാടന മാഫിയ അവരെ പിന്നെ വിടില്ല, അവരുടെ ചുറ്റും കൂടും. പൂനം എന്നോട് പറഞ്ഞ കാര്യമാണ്. ഭിക്ഷാടന മാഫിയ അവരുടെ ചുറ്റും കൂടിക്കളയും. നമ്മളെ പിന്നെ മറ്റൊരിടത്തേക്കും നമ്മുടെ ലക്ഷ്യത്തിൽ പോകാതിരിക്കാൻ, മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ അനുവദിക്കില്ല. ഈ കുട്ടി ഭാഗ്യം കൊണ്ടാണ് RPFന്റെ കയ്യിൽ വന്ന് പെട്ടത്. അല്ലെങ്കിൽ ഈ പൂനം എന്ന് പറയുന്ന കുട്ടി പരുന്തുംകാലിൽ പോകുമായിരുന്നു. ആ കുട്ടി ട്രെയിനകത്തൊക്കെ ഭിക്ഷാടനത്തിന്റെ സംഘമുണ്ട്, മാഫിയ സംഘങ്ങളുണ്ട്. അത് ഭിക്ഷാടനം എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് അവിടെ ലഹരിക്കടത്താണ്. അതായത് ആന്ധ്രയിൽ നിന്ന് വരുന്ന കഞ്ചാവ്, ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന കഞ്ചാവ് അവിടെ നിന്ന് ശേഖരിക്കുക, ഇവിടേക്ക് മാറ്റുക, ട്രെയിനിൽ നിന്ന് മാറ്റുക. ഭിക്ഷാടകരായതുകൊണ്ട് ഇവരുടെ ഈ ചാക്കുകെട്ട് പരിശോധിക്കാനൊന്നും RPF ഒന്നും പരിശോധിക്കാൻ, മുഷിഞ്ഞ ചാക്കുകെട്ടായിരിക്കും, മുഷിഞ്ഞ സഞ്ചിക്കെട്ടായിരിക്കും. ഈ മുഷിഞ്ഞ സഞ്ചിക്കെട്ടൊന്നും പരിശോധിക്കാൻ ആരും ശ്രമിക്കത്തില്ല. പിന്നെ ഇവർ ഈ ട്രെയിനിന്റെ എവിടെ ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാതിലിന്റെ അവിടെ വന്നിരിക്കും. അവർ പറയുന്ന ഭാഷ ഇവർക്ക് അറിയാത്ത രീതിയിലുള്ള ഭാഷയിലൊക്കെ സംസാരിച്ചു കളയും. RPFനോടൊക്കെ ഇവരെ അങ്ങനെ പരിശോധിക്കാറില്ല. അവിടുന്ന് വരുന്ന ഈ കെട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെ ഭിക്ഷക്കാർക്ക് ഇത് കൈമാറും. ഭിക്ഷക്കാരെ മാക്സിമം ഇപ്പം ഒഴിവാക്കിയിട്ടുണ്ട്. ഭിക്ഷാടനത്തിന് നിൽക്കുന്നവരെ പണ്ടത്തെ പോലെയല്ല, റെയിൽവേ സ്റ്റേഷനിലൊന്നും ഇപ്പം അങ്ങനെ നിൽക്കാൻ RPF സമ്മതിക്കാറില്ല. കാരണം RPFന് ഇത് മനസ്സിലായി, ഇതിൻ്റെ കടത്ത് ഏകദേശമൊക്കെ മനസ്സിലായി. ഇപ്പോൾ ഭിക്ഷാടകർ എന്ന രീതിയിലാണ് ഇവർ കയറി വരുന്നത്. ഭിക്ഷാടകർ, പിന്നെ മാനസികമായ വെല്ലുവിളി നേരിടുന്നവർ എന്നീ ലുക്കുകളിലാണ് ഇവർ വരുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്നവർ, അങ്ങനെയുള്ളവരോടൊന്നും ഈ റെയിൽവേ പോലീസ് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. കാരണം അവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഇത് അഭിനയിക്കുകയാണ് അവർ. ഭൂരിഭാഗം പേരും അഭിനയിക്കുകയാണ്. അവർക്ക് ഇങ്ങനെ ലഹരിക്കടത്താണ് ഇവരുടെ പരിപാടി. ഇവർക്കിടയിൽ ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വരുന്ന കുട്ടികളെ ശ്രദ്ധിക്കും. പൂനം എന്നോട് അതാണ് പറഞ്ഞത്. പൂനം ഏതാണ്ട് 4 വർഷത്തോളം ഈ ഭിക്ഷാടന മാഫിയയുടെ ഇടയിൽ ജീവിച്ചിട്ട് ആ കുട്ടിക്ക് ഒരിക്കൽ പോലും മറ്റൊരാളോട് സംസാരിക്കാൻ ഇവർ അനുവദിക്കില്ല. ഇവരുടെ ചുറ്റും ഇവരുടെ ഒരു നിരീക്ഷണ ഒരു സർക്കിളിനുള്ളിലാണ് ഈ കുട്ടി ഇട്ടിരിക്കുന്നത് പൂനത്തെ. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ആ കുട്ടി RPFൽ രക്ഷപ്പെട്ട് RPFന്റെ കോഴിക്കോട് RPF ആണെന്നാണ് എൻ്റെ ഓർമ്മ. കോഴിക്കോട് RPFന്റെ കയ്യിൽപ്പെടുകയും കോഴിക്കോട് RPF ഈ കുട്ടിയെ രക്ഷിച്ചെടുക്കുകയുമായിരുന്നു. ആ കുട്ടി ഇപ്പോൾ നന്നായി ജീവിക്കുന്നുണ്ട്, നന്നായിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാണ്. നമ്മുടെ ഈ കുട്ടിയും രക്ഷപ്പെട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളുള്ളവരോട് ഞാൻ സംസാരിക്കുന്നത്, കുഞ്ഞുങ്ങളുള്ളവർ, ചെറിയ കുട്ടികളുള്ളവർ, അവരെ വഴക്ക് പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചേ വഴക്ക്. അവരുടെ മനോവിഷമം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ചില വാക്കുകൾ ഈ കുട്ടികളുടെ ഉള്ളിൽ കയറി ഫീഡാവും. ആ ഫീഡാവുന്ന വാക്കുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് കിടന്ന് ചുറ്റും. ആ ചുറ്റുന്നതിൽ നിന്നാണ് പിന്നീട് ഈ കുട്ടി അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ചില കുട്ടികൾക്ക് അത് ഒട്ടും താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ കുട്ടികളെ വഴക്ക് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം മലയാളം എന്നല്ല, നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ ഈ ഒരു ദുഃഖത്തിലാണ്. ആ കുട്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ. ശരി.